ശുക്ലാംബരധരം രംഭാവനചര നാരദവന്ദിതചരിത ഭക്തഹൃദയഗത ചിന്താസാധക നിത്യമനോഹര രൂപാ ശ്രീഗണനാഥം ഭജേ ശ്രീഗണനാഥം ഭജേ ശ്രീഗണനാഥം ഭജേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇന്നത്തെ പാരായണം ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്ര സമിതിയാണ് ചെയ്യുന്നത്. എന്നാൽ ചില വിചാരിതമായ കാരണങ്ങൾ പെട്ടെന്നുണ്ടായ സംഭവിക്കാവുന്നതിനാൽ ആ സമിതിക്ക് ഇന്നത്തെ പാരായണം നടത്തുവാൻ സാധ്യമാവില്ല എന്ന് കുറച്ച് മണിക്കൂറുകൾ മുമ്പാണ് നമ്മളെ വിവരിച്ചത്. അപ്പൊ ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇങ്ങനെയും ഒരു പരിപാടികൾ പാരായണം ചെയ്യുകയും നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിലുള്ള പരിപാടികളോട് ഇന്നത്തെ ഏറ്റവും സംഘടിപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചാൽ അപ്പൊ പെട്ടെന്നുണ്ടായ ഒരു പെട്ടെന്ന് എന്ന് പോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇതിന്റെ എന്താണ് പറയുക എല്ലാ തരത്തിലുള്ള ഡയറക്ഷൻസിനായിട്ടും എല്ലാം നടന്നത്. അപ്പോ അതിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഇതിലൂടെ പാരായണത്തിൽ സമർപ്പിക്കുന്നത് എറണാകുളം എളമക്കര ഭാഗമായിട്ടുള്ള ശ്രീദുർഗ വനിതാ സമാജവും ശ്രീശങ്കര സത്സംഗ സമിതിയുമാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഈ പാരായണ പദ്ധതി എല്ലാവരുടെ സംഘടനകളും ആശംസിക്കാം. ഇതിനെ ലീഡ് ചെയ്യുന്നത് ആശായ സുലയാണ്. ഇനി പറയുന്നതായി ഞാനിത് എന്തുവാകുന്നു പരിപാടിയിലേക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം. ഇന്ന് പാരായണം ചെയ്യുന്നത് എളമക്കര ശ്രീദുർഗ വനിതാ സമാജത്തിലെ സെക്രട്ടറി ശ്രീ ശാരദ ജയചന്ദ്രൻ, ആശാ എസ് പിള്ള, ബിന്ദു മോഹൻദാസ്, രാജലക്ഷ്മി ചേച്ചി. ശ്രീശങ്കര സത്സംഗ സമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രാമായണ പാരായണ യജ്ഞം 7ാം ദിവസമായ ഇന്ന് നടത്തേണ്ട സമിതി അസൗകര്യമുള്ളതിനാൽ ഇന്ന് പാരായണം നടത്തുന്നത് ശ്രീദുർഗ വനിതാ സമാജ സത്സംഗവും സമിതിയും സംയുക്തമായിട്ടാണ്. ഈ പാരായണത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനവസരം ഒരുക്കി തന്ന സമിതി അധ്യക്ഷൻ ശ്രീശങ്കര സത്സംഗ സമിതി അധ്യക്ഷൻ ശ്രീ മോഹൻ സാറിനോട് ഞങ്ങൾക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നു. ഓം സഹനാവവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗജാനനം
ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ പരാം രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ സ്മരാമി. നീലാംബുദശ്യാമള കോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണൗ മഹാസായകചാരുചാപം നമാമി രാമം രഘുവംശനാഥം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സീതായ പദയേ നമഃ. ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാമനാം ജഗരാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം പുക്കരുളിടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം
എത്രയും വിഹ്വലനായോരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാം അവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെൻ മാനസേ. ചൊല്ലുവിന്ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രീ മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. മോദാലയം പ്രവേശിച്ചതതിന്മൂലം മേതോ മറിഞ്ഞീല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരീ ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ. നാദേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ തങ്കമോടോ കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ. പ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പനവനെ ഞാൻ. അർത്ഥമാനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ. വദ്യനെ നൂനവദ്യനാക്കിയിടുവൻ വദ്യനാക്കിയിടാം അവദ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവ ഹിത ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്താനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യക്തമാക്കിയിടായിക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനി ഞാൻ. സന്തുഷ്ട ചിത്തനായി അന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടും നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരീകെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കലതൂ രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമാനുഷസി വനത്തിനു പോകണം. എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ. വജ്രമേറ്റദ്രീ പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതോ ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കമാഹന്ത കാണുകയോ ഞാനിഹ. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ. കിം കിമേതൽ കൃതം ശങ്കര ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ. ദീർഘമായി വീർത്തേവ മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേനി
എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽപ്രാണഹാനീകരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം? എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലീതും ഭയം നിനക്കുണ്ടാകാം, ഭൂമിപതിയായി ഭരതനിരുന്നാലും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുമപ്പിച്ചു കൈകേകിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതി ഭവാൻ, ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമാ സത്യവാക്യങ്ങൾ ചൊല്ലിടുകിൽ. പങ്കജനേത്രനാം രാമനുഷസിന്നു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ, എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നല്ല ഇല്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥ നെത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതന ദുഃഖാനുഭൂതിയുണ്ടാകേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃതമിഥ്യമാക്കിയിടല്ല. കൈകേകി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്ര നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ. രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയതു വത്സര തുല്യയായി. ചന്നരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലാവാദ്യസ്തുതി ജയ ശബ്ദന സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറപ്പുണർന്നിടിനാൻ. അന്നേരം ഉള്ളിലുണ്ടായ ഗോപേന കൈകേകിയും ക്ഷിപ്രാമവരെ നിവാരണം ചെയ്താൽ. വിപ്രമം കൈകൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പർശോ വൃക്ഷാലാദി ജനങ്ങളും താപസവർഗവും കന്യകവൃന്ദവും ശോഭ തേടുന്നവൻ കൊറ്റക്കുട തഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീരികാഭരണാദ്യലങ്കാരവും വാരണവജീരഥങ്ങൾ പതാതിയും വാരണാരീജനം പൗരജനങ്ങൾ ഹേമരത്നോജല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൻ. ശ്രീബാലവൃദ്ധാവതി പുരവാസികൾ ബദ്ധ കൗതൂഹലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ തീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതി രമ്യാമകരായിതാ മണികുണ്ടല സമ്മുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടീരിതച്ഛതലോചന ഭംഗിയും പുണ്ടീരകാരാതി മണ്ഡല തുണ്ടവും ചന്ദ്രിക സുന്ദര മന്ദസ്മിതാഭയുള്ള സമാനദന്തങ്ങളും ബന്ധുയും ഖണ്ഡകാശോഭിത കൗസ്തുഭരത്നവും ബന്ധുരാപം തിരുമാറുമുദരവും സന്ധ്യാഭന്നിവ പ്രീത പീതാംബരഭയം പൂഞ്ചലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിടുമുണ്ടു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവു അംബോജപാന നിഷംഗ ഭജംഗവും കമ്പം കലർന്നു കണ്ട പ്രവരന് കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംബോജ തുല്യമാം മംഗ്രീതലങ്ങളും ജാമ്പാരി രത്നം തൊഴുതു തിരുമേനിയും
കടകവലയാങ്കുലിയാതി ചാരുതാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോട് ലക്ഷ്മി നിവാസനാം രാമചന്ദ്രൻ മുത കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാഖിയ രാമനെ കാണായി വരും പ്രഭാതേ ബദ നിർണയം രാത്രിയും രാക്ഷസി പോകുന്നതില്ലെന്നു തീർത്ഥ വിഷാദമോടുത്സുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്താനന്ദ പുണ്യാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വീണിടിനാൻ പുരവാസികളാദരൽ അന്നേരമാദിത്യനുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നില്ലിനും എന്തൊരു മൂലമതിലെന്നു മനസ്സെ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രി പ്രവരാകുന്ന സുമന്ത്രരു മന്ദപുരമകം പോക്കാനതിദ്രുതം രാജീവമിത്ര ഗോത്രോത്ഭുത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധ്യാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഭിന്നയായി കണ്ണുനീരും പാർത്തു വൃത്തിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേകി തന്നോട് ചോദിച്ച ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകേകി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമതെന്തോ മഹാരാജ വല്ലഭേ ചൊല്ലുകന്നതു കേട്ടു കൈകേകിയും ചൊല്ലിനാനാശു സുമന്ത്രരോടന്നേ ധാത്രി പതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായി ഇതു വന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനോ രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാകർണ്യ ജ്ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങിനെ എന്നതു കേട്ട ഭൂപാലനൻ ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യസുതനോടു ചൊല്ലിനാൻ താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവര വാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറിരഥോപരി പ്രേമ വിഭജനാം താതൻ മരു വീണും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ സാധനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അതുകൊണ്ടനന്തരമാരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവീനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃടാം ചേതസി നീ നിരൂപിക്കരുളൂതിനി സാധനോ ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭക്ത ദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിന്ദാതനാൽ സന്തുഷ്ട ചേതസ നിന്നാലെ സാധ്യമായുള്ളൊന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ നിന്നോടു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനധിക നീ
സത്യഭാഷേന സംബന്ധനാം ദാതനെ സത്വരൻ രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ ദാതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിയുക നീ. മാതൃവചന ശൂരാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയും ഏറ്റവും വ്യതീതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. സാധാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. മനസ്സേ ഖേദമതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാൽ എന്നറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പാനറിയുക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും താടൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി തെറ്റില്ലെനിക്കെന്നറിയുക നീ. താതകാര്യമാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ ചിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പുത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജന മിത്തമെല്ലാം പരിജ്ഞാനം മയാതുന. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാനാകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേകിയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെ ഒന്നുണ്ടു വേണ്ടുന്നു നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവ നിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതു ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവാൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതൽ കുറിച്ചേറും അമ്മയ്ക്കു അദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത. ദുഃഖിപ്പതിനല്ല അവഗവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ സ്ത്രീജിതനാകിയ കാമുകനായൊരു രാജാദമനാകുമെന്നെയും വൈകാതെ വാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാം അല്ലായിക എന്നോട സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുദേ രാഘവ. പൃഥ്വിപരീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. എന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും കിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈപവാദ്യങ്ങൾ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാം. എന്തിനെന്താതൻ ദൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്കയുമില്ലിതു രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ജ്ഞാനാരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൻ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ ഏതുമേതെണ്ണമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവും കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ വരുവെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പുക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സസമ്മതം ബ്രാഹ്മണനെ കൊണ്ടും ഹോമപൂജാദികൾ പുത്രാവിധേയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പാദാംബുജം ചിത്രത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ. നന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. രാമനുപഗതനായതു കണ്ടിലെ ഭൂമി ബാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്നേതരം മുറുകെ പുണർന്നിടിനാൾ.
പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂകലാൽ ഇന്നീവരതള ശ്യാമള കളേപരം വന്നം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം പാടുവാന്തമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീട് ഭുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുൾ ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. മുൽപ്പാടുകേകയ പുത്രിയാം അമ്മയ്ക്കു മൽപ്പിതാ രണ്ടുവരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നതും മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതു മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാക്ഷണാർദ്ധം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡരാലയത്തിനു പോയിടുവൻ. പൈതലെ വിട്ടുപോയ പശുവിനുള്ള അതി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്തുണ്ടോ വിധിമതം? എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക. ഭൂപനോടും കുമാരാതലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു വേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ ഗമിക്കുന്നതാകിലോ. ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചുടൻ മാനവവംശവും പിന്നെ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധുജിതം ശാന്തേതരം പ്രഭാഹീനം ചാപ്രിയം. ബന്ധിച്ചു താതിനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയത്തഭിഷേകം അനന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതു വിരിന്നു ചോകിപ്പതിനം ധർമ്മതാവസിച്ചിടുക മാതാവേ. ആര്യപുത്ര അഭിഷേകം കഴിച്ചിടുവൻ ശൗര്യം എനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം ദദൃഷ രക്തമാന്മാർ സൗമിത്രി നിൽക്കുന്നേരം വന്നവാസം ചെയ്തു അനേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു. സുന്ദരൻ ഇന്ദിരാ മന്ദിരവത്സലാനന്ദ സ്വരൂപനാനിന്ദിര വിഗ്രഹൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ധ്യാം ക്രിയായുക്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാന്തു ചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരുപമൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. ശ്രീരാമസ്തോത്രം. രാഘവം കരുണാകരം ഭയനാശകം ദുരിതാപഹം മാധവം മധുസൂദനം പുരുഷോത്തമം പരമേശ്വരം പാലകം ഭവതാരകം ജയഭാവുകം രിപുമാരകം ത്വാംബജേ ജഗദീശ്വരം നരരൂപിണം രഘുനന്ദനം ചിത്തനം ചിരജീവനം വനമാലിനം വരദോന്മുഖം ധാർമ്മികം ധൃതിദായകം ബലവർദ്ധനം ഗതിദായകം ശാന്തിദം ശിവസമ്പദം ശരദാരിണം ജയശാലിനം ത്വാംബദേ ജഗദീശ്വരം നരരൂപിണം രഘുനന്ദനം ത്വാംബദേ ജഗദീശ്വരം നരരൂപിണം രഘുനന്ദനം ത്വാംബദേ ജഗദീശ്വരം നരരൂപിണം രഘുനന്ദനം. രാമാഷ്ടകം. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം സദൈവ രാമമദ്വയം ജടാകലാപശോഭിതം സമസ്ത പാപനാശനം സ്വഭക്ത ഭീതിഭഞ്ജനം ഭജേഹ രാമമദ്വയം
നിജസ്വരൂപബോധകം കൃപാകരം ഭവാപഹം സമം ശിവം നിരഞ്ജനം ഭജേഹരാമമദ്വയം സഹ പ്രപഞ്ചകൽപിതം ഹ്യനാമരൂപവാസവം നിരാകൃതി നിരാമയം ഭജേഹരാമമദ്വയം നിഷ്പ്രപഞ്ച നിർവികൽപ നിർമ്മലം നിരാമയം ചിദേകരൂപസന്തതം ഭജേഹരാമമദ്വയം ഭാവാബ്ദിബോധരൂപകം ഹ്യശേഷദേഹകൽപിതം ഗുണാകരം കൃപാകരം ഭജേഹരാമമദ്വയം മഹാവാക്യബോധകൈർവിരാജമാന വാക്പദേ പരബ്രഹ്മവ്യാപകം ഭജേഹരാമമദ്വയം ശിവപ്രദം സുഖപ്രദം ഭവച്ഛിദം ഭ്രമാപഹം വിരാജമാനദേശികം ഭജേഹരാമമദ്വയം രാമഷ്ടകം പടതിയ സൂകരം സുപുണ്യം വ്യാസേന ഭാഷിതമിതും ശൃണുതേ മനുഷ്യ വിദ്യാം ശ്രിയം വിപുല സൗഖ്യമനന്ത കീർത്തിം സമപ്രാപ്യ ദേഹവിലയേ ലഭതേ ച മോക്ഷം. ശ്രീ ഗണേശായ നമഃ. എൻ്റെ പേര് രാമാനന്ദൻ എന്നാണ്. ഒന്നിക്കൽ താമസം. ബാലകാണ്ഡം അവസാനിക്കുന്നത് അവതാര പുരുഷനായ പരശുരാമന്റെ വൈഷ്ണവ തേജസ് മറ്റൊരു അവതാര പുരുഷനായ ശ്രീരാമനിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ്. പരശുരാമൻ ചിരഞ്ജീവിയായി മഹേന്ദ്രാചലത്തിലേക്ക് തപസ്സിനായി പോകുന്നു. ഇനി കൊട്ടാര വിശേഷം പറയുകയാണെങ്കിൽ, മക്കളുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് ഉത്തരവാദിത്വമെല്ലാം തീർത്ത് സന്തോഷത്തോടുകൂടി ദശരഥന്റെ രാജകുടുംബാംഗങ്ങളോടുകൂടി കൊട്ടാരത്തിൽ കഴിയുകയാണ്. പ്രജകളും വളരെ സന്തുഷ്ടരാണ്. രാമായണത്തിൽ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വഴിത്തിരിവാണ് അയോധ്യാകാണ്ഡത്തിൽ. ഒരു ദിവസം നാരദൻ രാമന്റെ കൊട്ടാരത്തിൽ വരികയാണ്. രാമനും സീതയും ഭക്തിയാദരപൂർവം ആ മഹാമുനിയെ സൽക്കരിച്ചു. നാരദന്റെ ആഗമനോദ്ദേശം അദ്ദേഹം പറഞ്ഞു. രാവണ നിഗ്രഹവും പ്രജാപരിപാലനവും രാമന്റെ അവതാരോദ്ദേശം ആണ്. ഒരു മനുഷ്യന് മാത്രമേ രാവണനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ചു രാമനായിട്ട്. മറവി മനുഷ്യന്റെ ഒരു സ്വഭാവമായതുകൊണ്ട് രാമനിലും അത് സംഭവിക്കാം. മൂത്ത മകനായതുകൊണ്ട് രാമനെ രാജാവാക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ അവതാരോദ്ദേശം നടക്കില്ല, ലോകപരിപാലനവും നടക്കില്ല. ഇതൊന്നും ഓർമ്മപ്പെടുത്താൻ ബ്രഹ്മാവ് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് നാരദൻ പറഞ്ഞു. ശ്രീരാമൻ മറുപടി കൊടുത്തു. നാരദന് വാക്ക് കൊടുത്തു. ഉടനെ തന്നെ ഞാൻ വനത്തിന് പോകും. 14 കൊല്ലത്തേക്ക് ഞാൻ വനവാസം നടത്തും. അത് കഴിഞ്ഞ് തിരിച്ചു വരൂ. സീതയെ കാരണഭൂതയാക്കി നിശാചര വംശനാശവും രാവണ നിഗ്രഹവും ഇതിനിടയിൽ സംഭവിച്ചിരിക്കും. രാമനെ പ്രദക്ഷിണം നമസ്കാരങ്ങളൊക്കെ ചെയ്ത് നാരദൻ ദേവലോകത്തേക്ക് മടങ്ങി. രാമന്റെ ഗുണഗണങ്ങളും ജനസമിതിയും അയോധ്യയിലെ രാജാവാകാൻ രാമൻ യോഗ്യനാണ് എന്ന് ദശരഥൻ വസിഷ്ഠനോട് പറഞ്ഞു. വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം രാമാഭിഷേകത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു. വസിഷ്ഠൻ രാമനെ ചെന്ന് കാണുകയാണ്. പിന്നീട് അഭിഷേക കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. യഥാർത്ഥത്തിൽ രാമൻ ആരാണെന്ന് വസിഷ്ഠന് നേരത്തെ തന്നെ അറിയാം. ദേവഹിതമനുസരിച്ചുള്ള കാര്യം ചെയ്യാൻ വസിഷ്ഠൻ രാമനെ ഉപദേശിക്കുകയാണ്. വസിഷ്ഠൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു. നിന്റെ മഹാമായയുടെ ഉദ്രവത്തിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കിയാൽ വലിയ സന്തോഷമാണ്. നാരദനും രാമനോട് ഇത് തന്നെ അപേക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി ദേവലോകത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കാം. രാമനെ രാജാവാക്കി വാഴിച്ചാൽ രാവണ നിഗ്രഹം നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് മുടക്കണം. സരസ്വതി ദേവിയോട് അപേക്ഷിച്ചു ദേവന്മാര്. മന്ധരയെ കൊണ്ട് കൈകേയിയെ വശത്താക്കാൻ സരസ്വതി ദേവി ഏറ്റു. മന്ധര കൈകേയിയോട് പറയുകയാണ്,
രാമനെ രാജാവായി അഭിഷേകം ചെയ്യിക്കാനുള്ള സകല സംവിധാനങ്ങളും ഏർപ്പാടായി. അങ്ങനെ സംഭവിച്ചാൽ നീ എന്ന് വെച്ചാൽ കൈകേയി കൗസല്യയുടെ ദാസിയാവും. ഭരതൻ രാമന്റെ ഭൃത്യനും. അത് ഒഴിവാക്കാൻ ഭരതനെ രാജാവാക്കുകയും രാമനെ 14 കൊല്ലത്തേക്ക് വനവാസത്തിന് പറഞ്ഞയക്കുകയും ചെയ്യണം. ഈ 2 കാര്യങ്ങളും നേരത്തെ ദശരഥൻ തന്ന 2 വരങ്ങൾ കൊണ്ട് നേടിയെടുക്കണം. മന്ധര വളരെ തന്മയത്വത്തോടു കൂടിയാണ് ഇത് കൈകേയിയെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. കൈകേയിയുടെ ബുദ്ധി ഒക്കെ ആകെ മാറി മറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ രാമൻ വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കൂടെ ലക്ഷ്മണൻ സീതയും. എന്നെ കാരാഗ്രഹത്തിലാക്കി നീ രാജാവാകുക എന്ന് ദശരഥൻ ഇടയ്ക്ക് പറയുകയുണ്ടായിട്ടുണ്ട്. രാമനോട് അങ്ങനെ പറഞ്ഞു. എന്നാൽ രാമനത് എന്ന് ദശരഥൻ പറഞ്ഞിട്ടുമില്ല. അച്ഛനായ ദശരഥന്റെ വാക്ക് സത്യമാക്കുവാൻ വേണ്ടി രാമൻ അറിഞ്ഞും കൊണ്ട് തന്നെ സ്വയം വനവാസത്തിന് തയ്യാറായി. അതാണ് ഉത്തമനായ മകന്റെ ലക്ഷണം. നീ കാട്ടിൽ പോയാൽ ഞാനും വരുമെന്ന് കൗസല്യ. ഇതെല്ലാം അപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. ഇവരുടെ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. നീ കാട്ടിൽ പോയാൽ ഞാനും വരും കൗസല്യ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. രാമൻ കാട്ടിൽ പോയില്ലെങ്കിൽ ഞാൻ ജീവത്യാഗം ചെയ്യും കൈകേയി. 2 പേരും അമ്മമാരും. ഒന്ന് പെറ്റമ്മ. രാമൻ സ്വന്തം അമ്മയെ പറഞ്ഞും സമാധാനിപ്പിച്ചു. അച്ഛൻ ഉള്ളപ്പോ അമ്മ മാത്രമായിട്ട് എൻ്റെ കൂടെ കാട്ടിലേക്ക് വരുന്നത് ശരിയല്ല. അമ്മയുടെ അകമഴിഞ്ഞ അനുഗ്രഹമുണ്ടെങ്കിൽ 14 വർഷത്തെ വനവാസവും കഴിഞ്ഞ് സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് എന്നെ ആശീർവദിക്കുക. രാമൻ കൗസല്യയെ അങ്ങനെ സമാധാനിപ്പിച്ചു. രാമൻ വനവാസത്തിന് പോയതോടുകൂടി കൈകേയി അമ്മയ്ക്കും സമാധാനമായി. 2 അമ്മമാരുടെയും പ്രശ്നം തൽക്കാലം തീർന്നു. അച്ഛൻ പുത്രദുഃഖം കൊണ്ട് മരണപ്പെട്ടു. അത് മുനിശാപം. കർമ്മഫലം അനുഭവിച്ചേ തീരൂ. ഇതിന് കാരണക്കാരിയായ കൈകേയി അടക്കം 3 പേരും വിധവകളായി എന്നുള്ളതാണ് സത്യം. പിന്നെ സത്യവതിയെ വിവാഹം കഴിക്കാൻ ദാശരാജാവ് വെച്ച വ്യവസ്ഥ സത്യവതിയിലുണ്ടായ പുത്രനെ രാജാവാക്കണം എന്നായിരുന്നു. ഭീഷ്മരുള്ളപ്പോൾ അത് സാധ്യമല്ല എന്ന് ശന്തനുവിന് അറിയാം. അത് അറിയാവുന്ന ശന്തനു ദാശരാജാവിൻ്റെ വ്യവസ്ഥ നിരാകരിച്ചു. കാരണം അത് ധാർമ്മികമല്ല, രാഷ്ട്രീയവുമല്ല. പക്ഷെ പിന്നീട് ഭീഷ്മർ ഇടപെട്ട് അത് വഷളാക്കി. അതിരിക്കട്ടെ. കുടുംബത്തിലെ ഒരു വ്യക്തി സ്വാർത്ഥ താല്പര്യ പ്രേരണയാൽ രാജാവിനെയും പ്രജാപരിപാലന നിയമത്തെയും അതിലംഘിക്കുമ്പോൾ അത് രാജ്യദ്രോഹവും പ്രജാനിന്ദയുമാണ്. രാജധർമ്മമാണ് രാജാവിന് മുഖ്യം, അല്ലാതെ ഭർതൃധർമ്മമല്ല. രാജാവിനെയും പ്രജകളെയും പാരമ്പര്യത്തെയും പുത്രന് വേണ്ടി നിരാകരിച്ച കൈകേയി കഠിനമായ ശിക്ഷയ്ക്ക് അർഹയാണ്. മൂത്തപുത്രൻ കൗസല്യയിൽ ജനിച്ചതോടുകൂടി ദശരഥൻ കൊടുത്ത വരങ്ങൾ അപ്രസക്തമാണ് എന്നുള്ളത് കൈകേയിക്കും അറിയില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് രമ. രാമായണ മഹാസാഗരത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് കോസല രാജ്യത്തെ രാജാവായ ദശരഥൻ. ദശരഥനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സൂര്യവംശത്തിലെ പ്രശസ്തനായ രാജാവാണ് അദ്ദേഹം. വാക്ക് മാറാത്ത വംശമാണ് സൂര്യവംശം. സ്വന്തം പ്രവൃത്തികൾ തന്നെ വിനയായി മാറിയ ചരിത്രമാണ് ദശരഥ ചരിത്രം പറയുന്നത്. വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തിയാൽ എന്തു സംഭവിക്കുമെന്ന്, അത് എങ്ങനെ ഒരു മനുഷ്യന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ദശരഥൻ നമ്മെ പഠിപ്പിക്കുന്നു. 10 രഥങ്ങളിൽ സഞ്ചരിക്കയാൽ കഴിവുള്ളവനെന്ന അർത്ഥത്തിലാണ് ദശരഥന് ആ പേര് വന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ആണ് ദശരഥം. ഈ 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള വ്യക്തിക്ക് പോലും വികാരത്തിൽ അകപ്പെട്ടാൽ എന്തു സംഭവിക്കുമെന്ന് രാമായണത്തിലെ ദശരഥ മഹാരാജാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ വനാന്തരത്തിൽ നായാട്ടിന് പോയ ദശരഥൻ മുനികുമാരൻ കുടത്തിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തു. ആ അമ്പേറ്റ് മുനികുമാരൻ മരിക്കുന്നു. ഈ മുനികുമാരന്റെ അന്ധരായ മാതാപിതാക്കൾ പുത്രദുഃഖത്താൽ നീ മരിക്കുമെന്ന് ശപിക്കുന്നു. ആ ശാപമാണ് പിന്നീട് പുത്രദുഃഖത്താൽ ദശരഥൻ മരിക്കാൻ ഇടയാക്കിയത്. അങ്ങനെ രാജഭരണം തുടരവേ മക്കളില്ലാത്തതിനാൽ അതീവ ദുഃഖിതനായ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടിയാഗം നടത്തുകയും അതിൽ നിന്ന് ലഭിച്ച പായസം ഭാര്യമാർക്ക് നൽകുകയും ചെയ്തു. താമസിയാതെ 3 പേരും ഗർഭവതികളാകുകയും
4 സൽപുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. യഥാകാലം പുത്രന്മാരെല്ലാവരും രാജ്യം ഭരിക്കാൻ പ്രാപ്തരായെന്ന് തോന്നിയ മഹാരാജാവ് രാജഭരണം പുത്രന്മാരെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു. അതനുസരിച്ച് രാമനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനമായി. അപ്പോൾ കൈകേയി പണ്ടു നൽകിയ വരത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭരതനെ യുവരാജാവായി വാഴിക്കണമെന്നും രാമനെ 14 വർഷം വനവാസത്തിന് അയക്കണമെന്നും ആവശ്യപ്പെട്ടു. ധർമ്മസങ്കടത്തിലായ ദശരഥനെ രാമൻ ആശ്വസിപ്പിക്കുകയും പിതാവിന്റെ വാക്ക് പാലിക്കുന്നതിനായി വനവാസത്തിന് പോവാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. വളരെയധികം ദുഃഖത്തോടെ രാമനെ യാത്രയാക്കിയ ദശരഥൻ അതികഠിന പുത്ര ദുഃഖത്താൽ നീറി ദേഹവിയോഗവും ചെയ്തു. എൻ്റെ പേര് ദേവനന്ദ. ഞാൻ ഇവിടെ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് ബികോം. രാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയോ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം. ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി. ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി. കവിമുനിയോദിയോ ഗണമല കേട്ടുവോ കിളിമകൾ പാടിയോ നിലയതു ചൊല്ലിയോ സീതാ കാവ്യം ശുഭകീർത്തനത്തിലൊരുകയായി ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണണം അകതാരിത് നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണണം അകതാരിത് അമര കിരീടവും രജതരഥങ്ങളും അപരനു നൽകിയ ദശരഥനന്ദന രാമ രാമായുഗ സ്നേഹമന്ത്രവരമരുളൂനി ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയോ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം. ഭാഷികം
श्रीभद्रे देवी मङ्गलम् जगदम्बे भवत्वरी गुरवरदे मङ्गलम् दत्पिदनायरु दक्षिणु कंडु मोक्षमदेगिय कैलासेश्वर सूनुवदागिय कलियुग वरद श्रीमणिकण्ठन् शरणं शरणं देवसेनापति सुब्रह्मण्यनु देवकी सुदनं कार्मुगिल वर्णनं मारुत पूजित प्रेरायुगवरि दाशरथीत्युं जय मङ्गलं जगदाधियां श्री शिवनु मङ्गलम् तवतिरूडल पादिदेवी मङ्गलम् अभयमे कणेयनु कातिदेनमे शुभमदे गुर गौरी मङ्गलाम्बिके शुभमदे गुर गौरी मङ्गलाम्बिके शुभमदे गुर गौरी मङ्गलाम्बिके मङ्गलं भगवानु विष्णुर्मङ्गलं मधुसूदना मङ्गलं पुण्डरीकाक्षो मङ्गलं गरुडध्वजा मङ्गलं कोसलेन्द्राय हनुमते
तमद्भुतं बालकम् अम्बुजेक्षणम् तमद्भुतं बालकमम्बुजेक्षणं चतुर्भुजं शङ्खगदाद्युधायुधं श्रीवत्सलक्ष्मम्